RSPക്ക് ഇരട്ട മുഖമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ബംഗാളിൽ RSP ഇടതുപക്ഷത്തിനൊപ്പമാണ്, കേരളത്തിൽ ഇടതിനെതിരാണ്. ഇരട്ട നിലപാടിൽ വിശദീകരണം നൽകേണ്ടത് RSPയാണ്. RSPയുടെ ഇരട്ട മുഖമാണ് പുറത്തുവന്നത്. UDFനെതിരെയാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രചാരണമെന്നും സീതാറാം യെച്ചൂരി. RSP, everybody knows, has got one stand in Kerala, where it is with the UDF. They betrayed the LDF and went to the UDF. And in Bengal, they are with the left front. So there they are with the left, here they are against the left. Now this is the dichotomy that they have to explain. And since they are part of the UDF, my attack was concentrated on the UDF. But as far as the RSP is concerned, they double role, one in Bengal and one in Kerala. That is very, very clearly exposed. അമ്മയുടെ കാമുകന്റെ ക്രൂരമർദ്ദനത്തിനിരയായി മരണപ്പെട്ട 7 വയസ്സുകാരന്റെ മൃതദേഹം സംസ്കരിച്ചു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു തൊടുപുഴയ്ക്കടുത്ത ഉടമ്പന്നൂരിൽ സംസ്കാരം നടന്നത്. നീറിക്കഴിഞ്ഞ 10 നാളുകൾക്ക് ശേഷം മരണത്തിന് കീഴടങ്ങിയ 7 വയസ്സുകാരന് നാടിന്റെ അന്ത്യാഞ്ജലി. കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഇൻക്വസ്റ്റിനും കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിനും ശേഷം ശനിയാഴ്ച രാത്രി 8:40 അമ്മയുടെ വീടായ ഉടുമ്പന്നൂർ മഞ്ചിക്കലിൽ എത്തിച്ചത്. തുടർന്ന് അല്പസമയം പൊതുദർശനം. അധ്യാപകർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. സംഭവത്തിന്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല നാട്ടുകാർക്ക്. യഥാർത്ഥത്തിൽ ഉടുമ്പന്നൂർ ഗ്രാമത്തെയാകെ കണ്ണീരിലാഴ്ത്തിയ ഒരു വലിയ സംഭവമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതൊരിടത്തും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരു മനുഷ്യന് എത്രമാത്രം ക്രൂരമാകാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ സംഭവം നിന്നുകൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഈ നാടാകെ ആ കുട്ടിയുടെ ദുരിതത്തെ ഓർത്ത് വിലപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതിപ്പോൾ ഇളയ കുട്ടിയെ കൂടി ഉപദ്രവിച്ചായിട്ട് വാർത്ത പുറത്തു വരുന്നുണ്ട്. കർശനമായ നിയമ നടപടികൾ അതിന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. കുട്ടിയുടെ മരണത്തിനിടയാക്കിയത് തലക്കേറ്റ ഗുരുതര പരിക്കാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. പ്രതി അരുണാനന്ദിനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇയാൾ മുട്ടം സബ് ജയിലിൽ റിമാൻഡിലാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. 5 വർഷം രാജ്യത്തെ തകർത്ത മോദി ഭരണത്തെ ഓർമ്മിച്ചുകൊണ്ട് വേണം ജനം പോളിംഗ് ബൂത്തിലെത്താനെന്ന് പ്രശസ്ത കർണാട്ടിക് സംഗീതജ്ഞൻ TM കൃഷ്ണ. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വർഗീയ ചേരിതിരിവിന് കാരണമായെന്നും കൃഷ്ണ കൈരളി പീപ്പിളിനോട് പറഞ്ഞു. രാഹുൽ ഗാന്ധി കർണാടകത്തിൽ മത്സരിക്കണമായിരുന്നുവെന്നും TM കൃഷ്ണ വ്യക്തമാക്കി. കർണാടിക് സംഗീത പ്രതിഭ TM കൃഷ്ണ ദില്ലിയിൽ വെച്ചാണ് കൈരളി പീപ്പിളിനോട് മനസ്സ് തുറന്നത്. 5 വർഷത്തെ മോദി ഭരണം സാംസ്കാരികമായും സാമൂഹ്യമായും രാജ്യത്തെ തകർത്തുകളഞ്ഞുവെന്ന വിഷമം പങ്കുവച്ച കൃഷ്ണ ഇക്കാര്യത്തിൽ വോട്ടർമാർക്ക് മുന്നിൽ വെക്കുന്ന നിർദ്ദേശം ഇതാണ്. My only request to every voter is think of what has happened to all these people. Please think of how many people have died. Please see how much anger there is. You know, the very fact there is so much anger in us. 4-5 years of the present government is going to culturally and socially destroy this country. And there is enough proof in the last 5 years that it's dangerous. വർഗീയമായും രാഷ്ട്രീയമായും രാജ്യം ചേരിതിരിഞ്ഞു പോരാടി. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇതിനൊക്കെ പ്രേരണയായെന്നും കൃഷ്ണ വിമർശിച്ചു. The speeches given by everybody from the Prime Minister downwards has instigated this attitude. Then what happens is that people with violent thoughts think they can do what they want. And that we have seen repeatedly across this country in India. രാഹുൽ ഗാന്ധി കേരളത്തിലല്ല കർണാടകയിലാണ് മത്സരിക്കേണ്ടിയിരുന്നതെന്നും കൃഷ്ണ വ്യക്തമാക്കി. I don't understand it as yet why I would have preferred if he had taken Karnataka where he is needed. നെഞ്ചുക്ക് നീതിയും തോളുക്ക് വാളും നിറൈந்த ചുടർ മണിപോൻ സാത്. കർണാടിക് സംഗീത രംഗത്ത് തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുമ്പോഴും രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പോക്കിൽ ആശങ്കാകുലനാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട TM. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇടത് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി തീരദേശ ജനത ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപിച്ച് കൊച്ചിയിൽ തീരദേശ സംഗമം സംഘടിപ്പിച്ചു. വൈപ്പിനിൽ നടന്ന സംഗമത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തീരദേശ സംഗമം ഉദ്ഘാടനം ചെയ്തു. തീരദേശ മേഖലയ്ക്കായി ഇടത് സർക്കാർ 2000 കോടി രൂപയാണ് അനുവദിച്ചതെന്ന് കോടിയേരി പറഞ്ഞു. 2021 മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും വീട് നിർമ്മിച്ചു നൽകും. ഭവനരഹിതരില്ലാത്ത തീരദേശമാണ് ഇടതു സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ചർച്ചയാക്കാതിരിക്കാനുള്ള ശ്രമം ചിലർ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് പ്രളയം സംബന്ധിച്ച അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ചർച്ചയാക്കുന്നത്. വസ്തുതകളുമായി ബന്ധമില്ലാത്ത ഈ റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണിക്കും മുൻപ് പരസ്യപ്പെടുത്തിയത് ദുരൂഹമാണെന്നും കോടിയേരി പറഞ്ഞു. വസ്തുതകളുമായി യാതൊരു ബന്ധവും ഈ റിപ്പോർട്ടിനില്ല. ആ റിപ്പോർട്ട് ഹൈക്കോടതി പരിശോധിക്കുമ്പോൾ ഗവൺമെന്റിന്റെ അഭിപ്രായം ഹൈക്കോടതിയിലാണ് പറയുക. എന്നിട്ട് ഹൈക്കോടതി ഇത് സംബന്ധിച്ച് അന്തിമമായി പറയുന്നതിന് മുമ്പ്
ഹൈക്കോടതിയുടെ തീരുമാനമാണെന്നുള്ള നിലയിൽ ഈ റിപ്പോർട്ട് ചർച്ചാ വിഷയമാക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ്. എറണാകുളത്തെ ഇടത് സ്ഥാനാർത്ഥി പി രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വൈപ്പിനിൽ സംഘടിപ്പിച്ച തീരദേശ സംഗമത്തിൽ എസ് ശർമ്മ MLA അധ്യക്ഷനായിരുന്നു. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ, MLAമാർ, മറ്റ് LDF നേതാക്കൾ എന്നിവരും സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇടതുമുന്നണിക്കെതിരെ വീണ്ടും UDFന്റെ വ്യാജ പ്രചാരണം. പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വാഹനവ്യൂഹത്തിൽ നിന്ന് വടിവാൾ വീണുവെന്നായിരുന്നു പ്രചാരണം വാഹനവ്യൂഹത്തോടൊപ്പം അണിനിരുന്ന കർഷകനായ ഷാജി ഹുസൈന്റെ കയ്യിലുണ്ടായിരുന്ന കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെട്ടുകത്തിയെയാണ് വടിവാളായി ചിത്രീകരിച്ചത്. വ്യാജ പ്രചാരണം നടത്തുന്നത് രാഷ്ട്രീയ പാപ്പരത്തമെന്ന് CPIM. ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് പ്രചാരണ വാഹന വ്യൂഹത്തിൽ നിന്ന് വടിവാൾ റോഡിൽ വീണെന്ന് വ്യാജ പ്രചാരണം നടത്തിയത്. പത്ര, ദൃശ്യമാധ്യമങ്ങളും സമൂഹമാധ്യമങ്ങളും വ്യാജ പ്രചാരണം ഏറ്റെടുത്തു. എന്നാൽ വസ്തുത ഇതാണ്. ഇത് കോണിക്കഴിയിലെ കർഷകനായ ഷാജി ഹുസൈൻ. പ്രചാരണ വാഹന വ്യൂഹത്തിൽ നിന്ന് മറിഞ്ഞു വീണ വാഹനമോടിച്ചിരുന്നയാൾ വടിവാളെന്ന് പ്രചരിപ്പിച്ചത് ഷാജിയുടെ കയ്യിലുള്ള കാർഷികാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ വെട്ടുകത്തിയെയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം കൃഷിയിടത്തിൽ നിന്ന് ഷാജി വാഴക്കുല വെട്ടി പതിവായി നൽകുന്ന കടയിൽ നൽകി. സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടിയുടെ സമയമായതിനാൽ വസ്ത്രം മാറാതെ വെട്ടുകത്തി സ്കൂട്ടറിന്റെ മുന്നിൽ വെച്ച് നേരെ സ്വീകരണ സ്ഥലത്തെത്തുകയായിരുന്നു. ചോലപ്പാടത്തെത്തുന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് വേഗം സാധനം കയറ്റി അവിടെ ഇറക്കി. ഈ സാധനം ഞാൻ വീട്ടിൽ വെക്കാൻ നിന്നില്ല. സാധനം അവിടെ വെച്ചിട്ട് എൻ്റെ വണ്ടിൻ്റെ ഇടയിൽ ഇതിൽ നിന്ന് താഴത്തന്നെ വെച്ചു. ശരിയായിട്ട് ഞാനത് വണ്ടിയിൽ എല്ലാവരും കൊണ്ടുപോയി കാണുന്നുണ്ട്. എൻ്റെ മുമ്പിലുള്ള വണ്ടി അതൊന്ന് ചവിട്ടെ എന്തോന്ന് അപ്പോൾ ഞാൻ ബ്രേക്ക് പിടിച്ചാ. സ്കൂട്ടിയാണ് മറ്റേത് ഡിയോൻ്റെ. അങ്ങനെ മറിഞ്ഞപ്പോൾ ഈ സാധനമാണ് മറിഞ്ഞു. വൈകുന്നേരം ഷാജി വാഴക്കുല കടയിൽ നൽകിയെന്ന് കടക്കാരൻ സെയ്തലവിയും പറഞ്ഞു. അവന് വാഴക്കുലയായിട്ട് വന്നു. നമുക്ക് സ്ഥിരം കൊണ്ടുവന്ന് തരാറുള്ളതാണ്. എല്ലാ പ്രാവശ്യവും നമുക്ക് ഡെയിലി കൊണ്ടുവന്നു തരാം. അപ്പം ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ കാലിൽ പറഞ്ഞപ്പോൾ ഒരു പോലെ കൊണ്ടുവന്നു തന്നു. ഞാൻ കൊണ്ടുവന്നു അവന് അപ്പം തന്നെ വണ്ടിയിൽ പോവുകയും ചെയ്തു. അതുണ്ടായിരുന്നു. വാഴക്കുല വെട്ടി വരുമ്പോൾ അവൻ എപ്പോഴും അതുകൊണ്ടാണ് വരാറ്. തിരഞ്ഞെടുപ്പ് സമയത്ത് വ്യാജ പ്രചാരണങ്ങളിലൂടെ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് UDFന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ പറഞ്ഞു. വ്യാജ പ്രചരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രചരണങ്ങളും ഇങ്ങനെയാണ്. ഏതെങ്കിലും ഒരു വാക്ക് വീണ് കിട്ടിയാൽ അത് പ്രചരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് UDFും BJPയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊന്നും അവർക്ക് പറയാനില്ല ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എവിടെയെങ്കിലും കിട്ടിയാൽ അത് ചർച്ചയാക്കുക. അപ്പൊ ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരിക. വ്യാജ പ്രചാരണത്തിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം SP-ക്ക് പരാതി നൽകി. എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ അപരസ്ഥാനാർത്ഥിക്ക് പിന്നിൽ BJP നേതൃത്വം എന്നതിന് വ്യക്തമായ തെളിവുകൾ പുറത്ത്. പ്രത്യക്ഷത്തിൽ BJPയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അപരസ്ഥാനാർത്ഥിയായ കരുനാഗപ്പള്ളി സ്വദേശി വീണ V നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ അപരയായി വ്യാഴാഴ്ചയാണ് കരുനാഗപ്പള്ളി സ്വദേശി വീണ V എന്ന യുവതി നോമിനേഷൻ നൽകിയത്. പ്രത്യക്ഷത്തിൽ BJPയുമായോ മറ്റു പാർട്ടികളുമായോ യാതൊരു ബന്ധവും ഇല്ല എന്ന രീതിയിലാണ് ഇവർ നോമിനേഷൻ സമർപ്പിക്കാനായി എത്തിയത്. ഈ സമയം ജയശങ്കർ എന്നയാൾ മാത്രമായിരുന്നു ഇവർക്ക് ഒപ്പമുണ്ടായിരുന്നത്. എന്നാൽ തിരുവല്ല സ്വദേശിയായ ജയശങ്കർ RSS ദേശീയ നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള BJP ദേശീയ സെക്രട്ടറി BL സന്തോഷിന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ജയശങ്കറാണ്. മീനാക്ഷി ലേഖി MP, കുമ്മനം രാജശേഖരൻ തുടങ്ങിയ BJP നേതാക്കളുടെയെല്ലാം അടുപ്പക്കാരൻ കൂടിയാണ് ജയശങ്കർ എന്ന് വ്യക്തമായ തെളിവുകളും ഇതോടൊപ്പം പുറത്തുവന്നു. ഇതിനിടയിൽ സൂക്ഷ്മ പരിശോധനാ സമയത്ത് അപര സ്ഥാനാർത്ഥിയുടെ പത്രികയുടെ മേൽ LDF പ്രതിനിധികൾ തടസ്സവാദങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും കലക്ടർ വീണ്ടും ശനിയാഴ്ച ഈ വാദം പുനഃപരിശോധിച്ച് പത്രിക അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിനെതിരെ രാഷ്ട്രീയമോ വികസനമോ പറഞ്ഞ് ജനങ്ങളെയോ ഈ തെരഞ്ഞെടുപ്പിനെയോ അഭിമുഖീകരിക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവാണ് BJP നേതൃത്വത്തെ ഇത്തരം തരം താണ പ്രവൃത്തിയിലേക്ക് എത്തിച്ചതെന്ന വിലയിരുത്തലിലാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പൊന്നാനിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശകരമായി പുരോഗമിക്കുന്നു. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന് താനൂർ മണ്ഡലത്തിലും ഹൃദ്യമായ വരവേൽപ്പ്. UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ തിരൂരങ്ങാടിയിലും NDA സ്ഥാനാർത്ഥി VT രമ തിരൂരിലും പര്യടനം നടത്തി.
പൊന്നാനിയിൽ കൊണ്ടുപിടിച്ച പ്രചരണത്തിലാണ് ഇടത് വലത് മുന്നണികൾ. കൊടും ചൂടിലും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ ശനിയാഴ്ച താനൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തി. രാവിലെ ചക്രമൂലിയിൽ നിന്നാരംഭിച്ച PV അൻവറിന്റെ പര്യടനം രാത്രി കണ്ണന്തളിയിൽ അവസാനിച്ചു. പ്രചരണത്തിന്റെ ആവേശം നിങ്ങളെ നേരിൽ കാണുന്നുണ്ടല്ലോ. നല്ല ആവേശത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാനപരമായ ചർച്ച വികസനം തന്നെയാണ്. പിന്നെ ഇവിടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയതയും, ഈ രണ്ട് കാര്യമാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ചർച്ച. പൊന്നാനിയിലെ LDF പ്രചരണത്തിനായി CPIM പൊളിറ്റ് ബ്യൂറോ അംഗം S രാമേന്ദ്രൻപിള്ളയും മണ്ഡലത്തിലെത്തി. UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറിന്റെ മൂന്നാം ഘട്ട പര്യടനത്തിന് തിരൂരങ്ങാടി മണ്ഡലത്തിൽ തുടക്കമായി. വെന്നിയൂരിൽ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ പ്രചാരണം ഉദ്ഘാടനം ചെയ്തു. എടരിക്കോട് പഞ്ചായത്തിലെ പുതുപ്പറമ്പിലാണ് പര്യടനം അവസാനിച്ചത്. നല്ല പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ നല്ല തിളക്കമാർന്ന വിജയം ഈ പ്രാവശ്യം ഇവിടെ UDF ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഓരോ പ്രദേശത്തും ഞങ്ങൾ ചെയ്തിട്ടുള്ള ധാരാളം വികസന പ്രവർത്തനങ്ങളുണ്ട്. മാത്രമല്ല ഞങ്ങൾ ഇതെല്ലാം തന്നെ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. NDA സ്ഥാനാർത്ഥി VT രമയും പ്രചരണ രംഗത്ത് സജീവമാണ്. ശനിയാഴ്ച തിരൂർ മണ്ഡലത്തിലെ തിരുനാവായിൽ നിന്നാരംഭിച്ച പര്യടനം അമ്പലക്കുളങ്ങരയിലാണ് സമാപിച്ചത്. UDF കുത്തക അവസാനിപ്പിക്കാൻ വികസനം പ്രധാന ചർച്ചയാക്കുകയാണ് പൊന്നാനിയിൽ LDF. എന്നാൽ മണ്ഡലം കൈവിടില്ലെന്ന് UDF പറയുന്നു. പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള ശ്രമത്തിലാണ് NDA. പൊന്നാനിയിൽ നിന്നും AK ലതീഷ്. 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ MK രാഘവന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. കോഴിക്കോട് SP വാഹിദാണ് മൊഴി രേഖപ്പെടുത്തുക. വിവരങ്ങളുമായി കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, MK രാഘവന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. എപ്പോഴായിരിക്കും മൊഴി രേഖപ്പെടുത്തുക? MK രാഘവന് ഇന്നലെയാണ് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത്. 2 പരാതികൾ MK രാഘവനെതിരായി LDFന്റെ മണ്ഡലം സെക്രട്ടറി മുഹമ്മദ് റിയാസ് നൽകിയ പരാതിയുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന ഈ പരാതിയിന്മേലാണ് മൊഴി രേഖപ്പെടുത്തത്. അതുപോലെ തന്നെ MK രാഘവനും മറ്റൊരു പരാതി നൽകിയിട്ടുണ്ട്. ഈ ഒളിക്യാമറ വാർത്തയ്ക്ക് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ MK രാഘവനും കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. ഈ 2 പരാതികളിന്മേലാണ് ഇന്ന് മൊഴി രേഖപ്പെടുത്തുന്നത്. ഇന്ന് രാവിലെ 8 മണിക്ക് മൊഴി രേഖപ്പെടുത്തുമെന്നാണ് ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നെങ്കിലും ആ സമയത്ത് മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം MK രാഘവന്റെ കൂടി സമയം കണക്കിലെടുത്തുകൊണ്ടാണ് മൊഴി രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ വെച്ച് MK രാഘവന്റെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കുട്ടൻ, ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് MK രാഘവന്റെ മൊഴി എന്തായാലും രേഖപ്പെടുത്താൻ പോകുകയാണ്. ഇപ്പോഴും MK രാഘവനാകട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയാകട്ടെ വ്യക്തമായ ഒരു വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല. മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിലും MK രാഘവന്റെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഒരു വ്യക്തമായ മറുപടി നൽകാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിശദീകരണം പാർട്ടിയുടെ ഭാഗത്തു നിന്നോ MK രാഘവന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടുണ്ടോ? UDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ ഇത്രയും ഗൗരവമായ ഒരു ആരോപണം തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഉയർന്നു വന്നിട്ട് പോലും അതിന്റെ ശരിയായ രീതിയിലുള്ള വിശദീകരണം നൽകാൻ, സത്യസന്ധമായ വിശദീകരണം നൽകാൻ ഇതുവരെയും സ്ഥാനാർത്ഥിക്കും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതെല്ലാം ഈ സംഭവം നടന്നത്, ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നിലൊക്കെ CPIM ആണ് എന്നുള്ള ആരോപണം മാത്രമാണ് ഇപ്പോഴും UDF നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇന്നലെ രമേശ് ചെന്നിത്തല ആയാലും ഉമ്മൻചാണ്ടി ആയാലും ഈ സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ഒരു ഘട്ടത്തിൽ ഒഴിഞ്ഞു മാറുന്നു. പിന്നീട് ചോദ്യങ്ങൾ തുറന്നപ്പോൾ ക്ഷുഭിതരായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള വിശദീകരണം നൽകാനും ഇപ്പോൾ കോൺഗ്രസിനോ അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനോ MK രാഘവനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതേസമയം CPIM-നെതിരായ നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ MK രാഘവനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ CPIM കോഴിക്കോട് ജില്ലാ നേതൃത്വവും ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ട്. ശരി, 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ MK രാഘവന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. കോഴിക്കോട് ACP വാഹിദാണ് മൊഴി രേഖപ്പെടുത്തുക. വിവരങ്ങളാണ് കുട്ടൻ നൽകിയത്. 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ തിരുവോണ ദിവസത്തെ നടുക്കുന്ന ഓർമ്മകളിലാണ് P ജയരാജന്റെ ഭാര്യ യമുന. അന്നാണ് സംഘം ചേർന്നെത്തിയ RSS പ്രവർത്തകർ കിഴക്കേ കതിരൂരിലെ വീടിനകത്ത് വെച്ച് P ജയരാജനെ വെട്ടിയരിഞ്ഞത്. P ജയരാജനെ RSS പ്രവർത്തകർ വീട്ടിൽ കയറി വെട്ടിയരിഞ്ഞത്. ആ ദിവസത്തിന്റെ നടുക്കത്തിലാണ് ഇന്നും അദ്ദേഹത്തിന്റെ ഭാര്യ യമുന. 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ വടകര മണ്ഡലം സെക്രട്ടറിയായിരുന്നു CPIM സംസ്ഥാന സമിതി അംഗമായ P ജയരാജൻ. ആഗസ്റ്റ് 25 തിരുവോണ ദിവസം വീട്ടുകാരോടൊപ്പം ഓണസദ്യ കഴിക്കാനായി കിഴക്കേ കതിരൂരിലെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു P ജയരാജൻ. വൈകിട്ട് 5 മണിയോടെയായിരുന്നു
RSS പ്രവർത്തകർ ബോംബും വാളും മഴവും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ഇരച്ചെത്തിയത്. ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം പി ജയരാജനെ വെട്ടിനുറുക്കി. മരിച്ചെന്ന് കരുതിയാണ് സംഘം തിരിച്ചുപോയത്. ഭാര്യ യമുനയുടെ മനസാന്നിധ്യം കൈവിടാതെയുള്ള ഇടപെടൽ കൊണ്ടാണ് ജയരാജനെ പെട്ടെന്ന് ആശുപത്രിയിലെത്തിച്ചതും ജീവൻ രക്ഷിക്കാനായതും. ആ ദിവസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ യമുനയുടെ മനസ്സിൽ ഇന്നും ഞെട്ടലാണ്. നല്ല പുകയുള്ള ബോംബുകൾ, പിന്നെ ഭയങ്കര സൗണ്ട്. അപ്പോൾ ഈ ഒച്ച കേട്ടിട്ട് ആളുകൾ ഓടി വരുന്നുണ്ട്. പക്ഷെ അവർ നല്ല ശക്തിയിൽ വാതിൽ വലിച്ചടച്ചത് കൊണ്ട് തന്നെ ആളുകൾക്ക് പെട്ടെന്ന് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എങ്ങനെയോ ആ വാതിൽ, ഫ്രണ്ടിലുള്ള വാതിൽ തുറന്നു. അപ്പോഴത്തേക്ക് ജയരേട്ടൻ എങ്ങനെയോ വലിഞ്ഞ് ഉള്ളിലെ ബാത്റൂമിൽ കയറി അടച്ചു. അപ്പം ഈ ക്ലോസറ്റിൻ്റെ മേലെ ഇരുന്നിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ ബെഡ്ഷീറ്റൊക്കെ വാരി വയറിനൊക്കെ കെട്ടിവെച്ചു. പക്ഷേ ഈ ചോരയായതുകൊണ്ട് എവിടെയാണ് മുറിവ് എന്താണെന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. പിറ്റേന്നാണ് നമ്മൾ അകത്തുനിന്ന് ഒരു പെരുവിരൽ കാണുന്നത്. അതും പിറ്റേന്ന് ഞാൻ തന്നെ അതും കണ്ടത്. അസാമാന്യമായ ഇച്ഛാശക്തി കൊണ്ട് മരണത്തെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും ശാരീരിക അവശതകൾ ഇന്നും ജയരാജനെ വേട്ടയാടുന്നു. കൃത്യമായി സ്വന്തം ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. നേരത്തെയൊക്കെ വീട്ടിലുള്ള സമയത്ത് ഞാൻ വാരി കൊടുക്കുമായിരുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ സ്പൂൺ കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ചൊരു ഫീൽ കിട്ടില്ല. ഇപ്പം അതൊരു ശീലമായി മാറി, സ്പൂൺ കൊണ്ട് ഭക്ഷണം കഴിക്കുക. ഇത്രയും ഭീകരമായ ആക്രമണങ്ങൾക്കിരയായ പി ജയരാജനാണ് അക്രമകാരിയെന്ന് രാഷ്ട്രീയ എതിരാളികൾ പ്രചരിപ്പിക്കുമ്പോഴുണ്ടാവുന്ന മനോവേദനയും യമുന പങ്കുവച്ചു. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുന്നു. പ്രചാരണത്തിൽ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി LDF സ്ഥാനാർത്ഥി ഡോക്ടർ A സമ്പത്ത് പ്രചാരണം തുടരുകയാണ്. എന്നാൽ തൊട്ടുപിന്നിലായി ഓടിയെത്താനുള്ള എല്ലാ ശ്രമവും നടത്തുകയാണ് UDF-ഉം BJP-യും. ആറ്റിങ്ങലിലെ വോട്ടർമാരുടെ സ്പന്ദനം ഹൃദയത്തുടിപ്പ് പോലെ ഹൃദിസ്ഥമാക്കി കഴിഞ്ഞു സമ്പത്ത്. 15 വർഷത്തിലേറെ MP-ആയ സമ്പത്തിന് ആറ്റിങ്ങലിന്റെ ഓരോ കൈവഴിയും കൈരേഖ പോലെ കാണാപ്പാടമാണ്. റോഹിംഗ്യൻ ജനതയുടെ അഭയാർത്ഥി പ്രശ്നം ആദ്യം ലോക്സഭയിൽ ഉന്നയിച്ചതു മുതൽ മണ്ഡലത്തിലെ ജനങ്ങളുടെ അസംഖ്യം പ്രശ്നങ്ങളിൽ നടത്തിയ ജനകീയ ഇടപെടലുകൾ വരെ. കരുത്തനായ അടൂർ പ്രകാശിനെയാണല്ലോ UDF കളത്തിലിറക്കിയിരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചപ്പോഴുള്ള മറുപടിയിലുണ്ട് എല്ലാ ആത്മവിശ്വാസവും. ഈ മത്സരം പൊതുവിൽ ഇതുവരെയുള്ള അങ്ങയുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ആശങ്ക ഉണ്ടാവേണ്ട എന്തെങ്കിലും ഒരു ഘടകം കോൺഗ്രസ്സുകാർക്ക് അങ്ങനെയെല്ലാം പറയാനായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ തന്നെ പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധിയെ തന്നെ ആറ്റിങ്ങലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി അഭിമാനവും സന്തോഷവും തോന്നിയിരുന്നു. എന്നാൽ എതിരാളി അടൂർ പ്രകാശ് നല്ല ആത്മവിശ്വാസത്തിലാണ്. മണ്ഡലത്തിലെവിടെയും സമ്പത്തിന്റെ സാന്നിധ്യമില്ലെന്നാണ് അടൂർ പ്രകാശ് ആരോപിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു അഭിപ്രായം, അദ്ദേഹം ഈ കഴിഞ്ഞ 5 വർഷക്കാലം MP ആയിരുന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ടില്ല. എന്താ കാരണമെന്ന് എനിക്കറിയില്ല. ഇന്ന് പങ്കെടുത്തിട്ടില്ല എന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. ആചാര സംരക്ഷണ പൂന്തിയാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രചരണം. മത്സരിക്കുമ്പോഴൊക്കെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചതാണ് ശോഭയുടെ ആത്മവിശ്വാസത്തിന്റെ കാതൽ. ഈ ദിവസമാണ് KPCCയുടെ നേതൃത്വത്തിൽ കേരളത്തിലൊരു യാത്ര അവർ പ്രഖ്യാപിച്ചത്. ഇന്ത്യയെ കണ്ടെത്താനായിരുന്നു ആ യാത്ര. ഇന്ത്യയെ കണ്ടെത്തിയിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരണം എന്ന് 80% വരുന്ന ഭാരതത്തിലെ ജനത പ്രതീക്ഷിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഈഴ വോട്ടുകളോടൊപ്പം മണ്ഡലത്തിൽ നായർ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും നിർണായകമാണ്. എന്നാൽ LDF-ഉം UDF-ഉം നല്ല ആത്മവിശ്വാസത്തിലും. തിരഞ്ഞെടുപ്പിൽ തോൽവി എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത സമ്പത്തും അടൂർ പ്രകാശും, തോൽവികളിലും വീറോടെ പൊരുതുന്ന ശോഭാ സുരേന്ദ്രൻ, ഇവർ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ജനം ആരോടൊപ്പം നിൽക്കുമെന്നത് തീർച്ചയായും കൗതുകമുള്ളൊരു കാഴ്ച തന്നെയാണ്. ഫലം എന്തായാലും അതറിയണമെങ്കിൽ 1.5 മാസത്തിലേറെ കാത്തിരിക്കണം. അതുവരെ സ്ഥാനാർത്ഥികൾ അവരുടെ അശ്വമേധം തുടരട്ടെ. പ്രേമചന്ദ്രൻ മോദിയുടെ മാനസപുത്രനാണെന്ന് KB ഗണേഷ് കുമാർ. പ്രേമചന്ദ്രന്റെ വിശ്വാസവഞ്ചന മലയാളി പൊറുക്കില്ലെന്ന് M മുകേഷ് MLA. കൊല്ലത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ഇടത് യുവജന അസംബ്ലിയിലാണ് ഇരുവരുടെയും വിമർശനം. മന്ത്രി തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. ഇടത് യുവജന സംഘടനകളാണ് KN ബാലഗോപാലിന്റെ വിജയത്തിനായി ഒത്തുകൂടിയത്. ഇടതു പ്രസ്ഥാനങ്ങളുടെ തണലിൽ വളർന്ന പ്രേമചന്ദ്രൻ അധികാരത്തിനായി വലതുപക്ഷത്തേക്ക് ചേക്കേറിയതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്തെയും ചർച്ച. അതിന്റെ സൂചനയാണ് ആദ്യം സംസാരിച്ച KB ഗണേഷ് കുമാർ MLA-യുടെ വിമർശനം. നാഷണൽ ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിന് ഇരുട്ടത്ത് വിളിച്ചു
ഞങ്ങളെ സഹായിക്കാൻ നരേന്ദ്രമോദിയെ വിളിച്ചു വരുത്തി. നരേന്ദ്രമോദി ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. എനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഉണ്ട്. ടൗണിലെ MLA മുകേഷിനെ വിളിച്ചു, ചാവറ വിജയം പിള്ളയെ വിളിച്ചു, ഇങ്ങനെ അടുത്ത് വരുമ്പോൾ നൌഷാദ്, ഒരാലോഹാനും, അതുപോലെ നമ്മുടെ ഇവിടുത്തെ MP ആയിരിക്കുന്ന ആളിനും ഇവിടുത്തെ സ്ഥാനാർത്ഥിക്കും ഒക്കെ ഇരിക്കാം. നൌഷാദിന് ആ വേദി ഇരിക്കാനുള്ള അപാകത വെറും നാണം കെട്ട വർഗീയത മാത്രമാണ് എന്ന് ഞാൻ പറയും. പ്രേമചന്ദ്രന്റെ മോഡിയുമായുള്ള അടുപ്പത്തിന് താൻ ദൃക്സാക്ഷിയായിരുന്നുവെന്ന് ബൈപ്പാസ് വിവാദത്തെ ഓർമ്മപ്പെടുത്തി മുകേഷ് MLA പറഞ്ഞു. നിയമസഭാ ഇലക്ഷൻ വന്നപ്പോൾ ഇവിടെ ഷിബു ബേബി ജോൺ വാക്കോവർ, ഈസി വാക്കോവർ, പ്രവർത്തനത്തിനൊന്നും നമ്മൾ പോകില്ല, നമ്മൾ വേറെ സ്ഥലങ്ങളിലാണ്. ചതി മനസ്സിലാക്കിയ അവർ നായകനെ കിട്ടിയിട്ടില്ല, പരികർമ്മികളെ 3 പേരെ കിട്ടി, ഒട്ടിച്ച് കൈ കൊടുത്തു. മന്ത്രി തോമസ് ഐസക് അസംബ്ലി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് യുവതിയുവാക്കൾ KN ബാലഗോപാലിന്റെ മുഖചിത്രത്തോടുള്ള മാസ്ക് ധരിച്ച് റാലി നടത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ 5ാം വട്ട മണ്ഡല പര്യടനത്തിന് ഇന്ന് കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ തുടക്കം. 4ാം വട്ട പര്യടനം ഇന്നലെ കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലാണ് സമാപിച്ചത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF മുന്നേറ്റം ശക്തമായി തുടരുകയാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ 4ാം വട്ട മണ്ഡല പര്യടന പരിപാടി കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ സമാപിച്ചു. മണ്ഡലത്തിലുടനീളം നടന്ന സ്വീകരണ യോഗങ്ങളിൽ ആയിരങ്ങൾ പങ്കാളികളായി. ഇടതുപക്ഷത്തിന്റെ കരുത്ത് പ്രകടമാക്കിയ പ്രചാരണ യോഗങ്ങളിൽ KP സതീഷ് ചന്ദ്രനെ ജനങ്ങൾ അത്യാവേശപൂർവ്വമാണ് വരവേറ്റത്. UDFന്റെ സ്വാധീന മേഖലയായ മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ പോലും സതീഷ് ചന്ദ്രന് ലഭിച്ചത് ഊഷ്മളമായ സ്വീകരണം. ചില മാധ്യമങ്ങൾ നടത്തിയ പ്രീപോൾ സർവേയുടെ ഫലം UDFന് വേണ്ടിയുള്ള പ്രചാരണ പരിപാടി മാത്രമാണെന്നും കാസർഗോഡ് LDFന് ചരിത്ര വിജയം തന്നെ സമ്മാനിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്നും KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. അല്ല, ആ പ്രചാരണം ചില പത്രങ്ങൾ നടത്തിയത് വളരെ ബോധപൂർവമാണ്. LDFന്റെ പ്രവർത്തകരെ നിരാശപ്പെടുത്താനും ബോധപൂർവ്വം UDFന് വേണ്ടി ചെയ്തതാണ്. കാരണം അങ്ങനെ ഒരു അടിസ്ഥാനമില്ലാത്തൊരു സർവേ ആണത്. യാഥാർത്ഥ്യമായി ഒരു ബന്ധവുമില്ലാത്ത സർവേ റിപ്പോർട്ടാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. KP സതീഷ് ചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ഇരിണാവിൽ നടന്ന ചടങ്ങിൽ TV രാജേഷ് MLA പ്രകാശനം ചെയ്തു. പ്ലേ സ്റ്റോറിൽ KPS എന്ന് ടൈപ്പ് ചെയ്താൽ ഈ മൊബൈൽ ആപ്പ് ലഭിക്കും. LDFന് വേണ്ടി വിവിധ കേന്ദ്രങ്ങളിൽ മന്ത്രി AC മൊയ്തീനും UDFന് വേണ്ടി മുൻ KPCC പ്രസിഡന്റ് MM ഹസനും തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പ്രസംഗിച്ചു. NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രിയുടെ പ്രചാരണ പരിപാടി ഇന്നലെ ഉദുമ മണ്ഡലത്തിലായിരുന്നു. NDAയ്ക്ക് വേണ്ടി നാളെ അടൂരിലും പെർളയിലും മുൻ കർണാടക മുഖ്യമന്ത്രി BS യെദിയൂരപ്പ പ്രസംഗിക്കും. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ UDFന്റെ ശക്തി തുറക്കുമെന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രദേശമാണ് മാട്ടൂർ ഗ്രാമപഞ്ചായത്ത്. മാട്ടൂരിൽ പോലും LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന് ലഭിച്ചത് അത്യന്തം ആവേശകരമായ സ്വീകരണം. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. കേരളത്തിൽ വരുന്ന എല്ലാ നിക്ഷേപങ്ങളും മുടക്കാനുള്ള നശീകരണ പ്രവണതയുടെ ഭാഗമാണ് പ്രതിപക്ഷ നേതാവിന്റെ മസാല ബോണ്ടിനെതിരായ ആരോപണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. നിയമസഭയാണ് കിഫ്ബി പദ്ധതിക്ക് അംഗീകാരം കൊടുത്തത്. അതിന്റെ ഭാഗമായി വിദേശത്തു നിന്നുപോലും സഹായം ലഭിച്ചു. കിഫ്ബി വിജയിക്കുമെന്ന് കണ്ടതോടെ അത് മുടക്കാനുള്ള ശ്രമമാണ് UDF നടത്തുന്നത്. MK രാഘവനെതിരായ കോഴ ആരോപണത്തിന് UDF എന്തുകൊണ്ട് മറുപടി പറയുന്നില്ലെന്നും അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനാണ് പുതിയ ആരോപണമെന്നും കോടിയേരി കൊച്ചിയിൽ പ്രതികരിച്ചു. കേരളത്തിൽ വരുന്ന എല്ലാ നിക്ഷേപങ്ങളും മുടക്കാനുള്ള നശീകരണ പ്രവണതയുടെ ഭാഗമാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. നമ്മുടെ സംസ്ഥാനത്ത് സ്വന്തമായിട്ട് വിഭവമില്ല. അതുകൊണ്ട് 50,000 കോടി രൂപ കിഫ്ബി വഴി സമാഹരിച്ച് കേരളത്തിന്റെ വിവിധ തരത്തിലുള്ള വികസന പദ്ധതികൾ ഏറ്റെടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. ആ കിഫ്ബി പദ്ധതിക്ക് നിയമസഭ അംഗീകാരം കൊടുത്തതാണ്. ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്ന നിയമസഭയാണ് ഈ പദ്ധതിക്ക് അംഗീകാരം കൊടുത്തത്. അതിന്റെ ഭാഗമായി ധനസമാഹരണത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും അതിനുവേണ്ടി സഹകരണം ലഭിച്ചു. ഇതവർ പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. ഈ കിഫ്ബി പദ്ധതിയിൽ ആരും സഹകരിക്കില്ലെന്നുള്ളതാണ് അവർ പ്രതീക്ഷിച്ചത്. അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി കിഫ്ബി പദ്ധതിയിൽ പണം കിട്ടാൻ തുടങ്ങി.
വിദേശത്തുള്ള ആളുകൾ തന്നെ പണം മുടക്കാൻ അതിൽ സന്നദ്ധമായി രംഗത്തുണ്ട്. ഇത് UDF-കാർക്ക് മനസ്സിലായി. കിഫ്ബി പദ്ധതി വിജയിക്കും. കേരളത്തിൽ കൂടുതൽ വികസന പദ്ധതികൾ നടപ്പാക്കാൻ ഗവൺമെന്റ് തയ്യാറാവും. അപ്പൊ അതിന്റെ ഭാഗമായി അത് മുടക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണ്. ഏത് കാര്യത്തിനും SNC ലെവൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് പിന്നീട് അപസ്മാരവാദിയായിട്ട് മാറിയിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ. നേരത്തെ അവർ SNC ലെവൽ എന്ന് പറഞ്ഞ കഥയെല്ലാം പൊളിഞ്ഞു. ഇനി പുതിയ കഥയുണ്ടാക്കി വരാൻ പോകുകയാണ്. കഥയവർ ഉണ്ടാക്കട്ടെ, ഇതൊന്നും കേരളത്തിൽ ഏശാൻ പോകുന്നില്ല. CDPQ കനേഡിയൻ സർക്കാർ അംഗീകൃത കമ്പനിയാണെന്ന് ധനമന്ത്രി TM തോമസ് ഐസക്. SNC ലാവലിനുമായി ബന്ധമില്ല. ഇന്ത്യയിലും ഇവർ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഒരു സ്വകാര്യ കമ്പനിക്കും ഷെയറില്ല. BJP ഉന്നയിച്ച ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് ഏറ്റുപിടിച്ചു. മസാല ബോണ്ട് മാത്രമല്ല ധനസമാഹരണ മാർഗം. 4 വോട്ടിനു വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവ് വാസ്തവ വിരുദ്ധ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും തോമസ് ഐസക്. അത് SNC ലാവലിനല്ല, ഒരു സ്വകാര്യ കമ്പനിക്കും അതിലെ ഷെയറിലൊന്നും ഉടമസ്ഥയില്ല. അത് ഈ ആരോപണം ഉന്നയിച്ചത് BJP ആണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഏറ്റുപിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ സർക്കാരിന്റെ സെക്യൂരിറ്റിയിൽ $130 മില്യൺ. ഈ മസാല ബോണ്ട് മാത്രമല്ല കിഫ്ബിയുടെ ധനസമാഹരണ രീതി. എന്ത് പറഞ്ഞാലും വോട്ടല്ലേ, 4 വോട്ട് ഇങ്ങനെ കിട്ടുമെങ്കിൽ ആവട്ടെ എന്നുള്ളതായിരിക്കും ധാരണ. തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. ശബരിമലയുടെയും അയ്യപ്പന്റെയും പേര് പറഞ്ഞ് പ്രചാരണം നടത്തിയതിനാണ് നോട്ടീസ്. 48 മണിക്കൂറിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസ്.